ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ എന്താണ് ഈ ക്യാരറ്റൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ? അതെ, ഇന്ന് നമ്മൾ ക്യാരറ്റ് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. ഒരു റെസിപ്പിയല്ല, ഒരേ രീതിയിൽ നമ്മൾ 2 റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ 2 റെസിപ്പീസും സ്വീറ്റ് റെസിപ്പീസാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാമല്ലോ. ക്യാരറ്റ് സ്വീറ്റ് റെസിപ്പി എന്തായിരിക്കും? അതെ, ക്യാരറ്റ് ഹൽവ, മറ്റേത് ക്യാരറ്റ് ലഡു. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള ക്യാരറ്റൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഹൽവയും ലഡു തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഈ ഒരു ഗ്രേറ്റ് ചെയ്യുന്ന അത്രയും പണി മാത്രമേ ഉള്ളൂ. വീഡിയോ മുഴുവൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ പോലെ അടിപൊളി ഹൽവയിൽ ലഡു ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഞാനിതിൽ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഞാൻ പെട്ടെന്ന് പോയി ക്യാരറ്റെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വരാമേ. അപ്പോൾ ഞാൻ ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതൊരു റെസിപ്പി തയ്യാറാക്കണമെങ്കിലും അതിനൊരു മെഷർമെൻറ്റ് പറയണമല്ലോ. അപ്പം ഞാനിവിടെ 2.5 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനെ കണക്ട് ചെയ്താണ് പറയുന്നത്. 2.5 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റിന് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാല് തിളപ്പിച്ചതോ നോർമൽ പാലോ മതിയാകും. ഇതിൻ്റെ കൂട്ടത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് നെയ്യും മിൽക്ക് മെയ്ഡും. അടുത്തത് ഓപ്ഷണൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണ്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കുറച്ച് മുന്തിരിങ്ങയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാമേ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. നെയ്യൊന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് നെയ്യിലൊന്ന് മിക്സ് ചെയ്തെടുക്കണമേ. ഇവിടെയാണ് ഞാൻ ആദ്യത്തെ ടിപ്പ് പറയാൻ പോകുന്നത്. ചിലരാണെങ്കിൽ ഈ നെയ്യിലേക്ക് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കും. നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാരറ്റ് ഹൽവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിൽ ഒരു വെള്ളമയം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവുന്നത് വരെ തന്നെ നെയ്യിലിട്ട് നന്നായിട്ട് നമ്മൾ വഴട്ടിയെടുക്കണേ. നെയ്യിൽ കിടന്ന് ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് വേകാനായിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് മൂടി വെച്ച് അടച്ച് വേവിച്ചെടുക്കണേ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇവിടെയാണ് ഞാൻ അടുത്ത കാര്യം പറയാൻ പോകുന്നത്. പലരും ക്യാരറ്റ് ഹൽവ വെക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൽ ക്യാരറ്റ് എന്ന നെയ്യിൽ വെന്ത് വന്ന് കഴിയുമ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ശരിക്കും പാലാണ് ചേർക്കേണ്ടത്. എന്നാൽ മാത്രമേ ക്യാരറ്റ് ഈ പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്ന് കുറുകി വരുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ആയി വരുള്ളൂ. അങ്ങനെ പഞ്ചസാര ക്യാരമലൈസ് ആയി വരുന്ന സമയത്ത് നമ്മുടെ ക്യാരറ്റ് ഹൽവയ്ക്ക് ക്യാരറ്റ് ലഡുവിനും ഒക്കെ ഒരു ഓർഗാനിക് കളർ ആഡ് ആവുന്നുണ്ട്. മറ്റ് കളറുകളൊന്നും ചേർക്കാതെ ഈ ഓർഗാനിക് രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് ക്യാരറ്റ് വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലിൽ ക്യാരറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പാലൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പാലൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നേരത്തെ ഇളക്കിയതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുവേ. ഇനിയിപ്പോൾ ഇത് കൈ വിടാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു എക്സ്ട്രാ സ്വീറ്റ് നമുക്ക് തരും. ഇനി ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഈ മിൽക്ക് മെയ്ഡ് ശരിക്കും ഓപ്ഷനിലാണ്, ഇത് സ്കിപ്പ് ആക്കാമേ. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും അതുപോലെ മുന്തിരിയും ഒക്കെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ക്യാരറ്റ് ഹൽവ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. ഇത് നല്ല വാനില ഐസ്ക്രീമിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഐസ്ക്രീം വേണമെന്ന് നിർബന്ധമില്ല, അല്ലാതെ കഴിക്കാനും അടിപൊളി സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അയ്യോ തീർന്നില്ല, ആരും പോകല്ലേ. ഞാനിവിടെ 2 റെസിപ്പി ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പം നമ്മുടെ ഈ ക്യാരറ്റ് ഹൽവ നന്നായിട്ട് തണുത്തിരിക്കുന്ന സമയത്ത് കയ്യിലേക്ക് എടുത്ത് നമുക്ക് ലഡു പോലെ ഒന്ന് ഉരുളകളാക്കി കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 2ാമത്തെ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞേ. നമ്മൾ ഈ ഹൽവയ്ക്കും ലഡുവിനും ഒരു കളറും ചേർത്തിട്ടില്ല. പക്ഷേ ഇത് കണ്ടു, ഇതാ ക്യാരറ്റിൻ്റെ നാച്ചുറൽ കളറാണ്. അങ്ങനെ നമ്മുടെ ലഡു ഇവിടെ തയ്യാറായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.